മുരാരി ബാബുവും ചൂണ്ടിക്കാട്ടുന്നത് ഉന്നതരിലേക്കാണ്. ഉന്നതരുടെ പങ്കാണ് അദ്ദേഹവും പറയുന്നത്. അന്വേഷണ സംഘത്തിന് ഇനി ആ മേഖലയിലേക്ക്, ആ പ്രതികളിലേക്ക് എത്തിയാൽ മാത്രമല്ലേ ഈ അന്വേഷണം അവസാനിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ശരിയാണ്. കാരണം ഉണ്ണീഷ്ണൻ പോറ്റിയുടെ വീട് സെർച്ച് ചെയ്ത സമയത്ത് വീട്ടിൽ നിന്ന് രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ രേഖകൾ ഭൂമി ഇടപാടുമായിട്ടുള്ള രേഖകളാണ് എന്നാണല്ലോ പോലീസ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ സ്വർണ്ണ ഖനി മുതലാളിമാരായിട്ട് ബന്ധമുണ്ട്, സ്വർണ്ണക്കടക്കാരനായിട്ട് ബന്ധമുണ്ട്, സ്വർണ്ണ ബിസിനസ്സുകാരനായിട്ട്. ഇതും മൊഴി കൊടുത്തത് മാത്രമല്ല, തെളിവ് കിട്ടി. ഇതൊന്നും ഒരു മുരാരി ബാബുവിലോ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിലോ മാത്രം ഒതുങ്ങി നിൽക്കാൻ ഉള്ളതല്ല. കാരണം തന്ത്രിക്ക് ഏകദേശം പങ്കിട്ടെന്നുള്ള പൂജയ്ക്ക് പോയതുകൊണ്ട് മനസ്സിലായി. ഉദ്യോഗസ്ഥർക്ക് എന്തായാലും ഉദ്യോഗസ്ഥരറിയാതെ ഈ കാര്യങ്ങൾ നടക്കില്ല. മുരാരി ബാബു മനസ്സ് തുറന്നു പറഞ്ഞതാണ്. ഇനിയും ചോദ്യം ചെയ്യാൻ കിടക്കുന്നേ ഉള്ളൂ. ഉദ്യോഗസ്ഥരുടെ നേരെ ഈ നോട്ടെത്താൻ കാരണം ഒരു മുരാരി ബാബുവിൽ മാത്രം. മുരാരി ബാബുവിനെ സഹായിക്കാൻ വേണ്ടി താഴെയും മുകളിലും ആൾക്കാരുണ്ടാകണം. എന്നാലേ ഇത്ര പച്ചയ്ക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. നോക്കിക്കഴിഞ്ഞാൽ അമ്പുകൾ ഏൽക്കാതില്ല ആരും എന്നുള്ളത് ചിന്തിക്കേണ്ടതായിട്ടും എല്ലാവരിലും ഉണ്ടാവും. അതിൽ തനി അയ്യപ്പ ഭക്തനായിട്ടുള്ള വളരെ വിരലിലെണ്ണാവുന്ന ആളുകൾ ഒഴിച്ച് മിക്കവാറും ആൾക്കാർക്ക് ഇതിൽ പങ്കിടാൻ ചാൻസ് ഉണ്ട്. അവരെ തുറന്നു പറയാൻ അനുവദിക്കില്ല അല്ലേ? അതെ, മറ്റവരെ തുറന്നു പറയാൻ ഭീഷണിപ്പെടുത്തുകയും ചെയ്യും. കാരണം ഇവർ മുഴുവൻ ഏതെങ്കിലും സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരുടെ ദല്ലാളുമാരാണ്. ആ സംഘടന നിയന്ത്രിക്കുന്ന തൊഴിലാളി യൂണിയൻ, അവിടെ സേവന യൂണിയൻ അല്ല, തൊഴിലാളി യൂണിയനുകളിലാണ് ദേവസ്വം ബോർഡിലുള്ളത്. അപ്പോൾ ആ തൊഴിലാളി യൂണിയനിലെ ആൾക്കാർ, രാഷ്ട്രീയക്കാരെ നിയന്ത്രിക്കുന്ന തൊഴിലാളി യൂണിയനിലെ ആളുകൾ, അവർ സത്യം പറയുമോ? അവർക്കൊക്കെ വീതം കിട്ടിയിട്ടുണ്ടാകും. ആ തൊഴിലാളി യൂണിയനും വീതം കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് എത്തിപ്പെടുന്നത് മുകളിലുള്ള മുരാരി ബാബു, അതിനോടനുബന്ധിച്ചിട്ടുള്ള എക്സിക്യൂട്ടീവ് ഓഫീസർ, ഇത്തരം ആൾക്കാർ മുഴുവൻ, അവരെ മുഴുവൻ കർശനമായി ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ മുഴുവൻ കാര്യങ്ങളും വെളിച്ചത്ത് വരുള്ളൂ. മുഴുവൻ കാര്യങ്ങൾ അതിന് ഇന്നത്തെ അന്വേഷണം കൊണ്ട് മാത്രം സാധിക്കുമെന്നുള്ളത് സംശയമാണ്. ഇത്രയും ആൾക്കാർ ഓരോന്നോരോന്ന് നൂല് പിടിച്ച് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ യഥാർത്ഥ കള്ളന്മാരെ പിടിച്ചെടുക്കാൻ സാധിക്കും. ഇപ്പം കോടികൾ വിലമതിക്കുന്ന, അത് മാത്രമല്ല, ഇതിന് വെറും ഒരു സ്വർണത്തിന് തൂക്കത്തിൻ്റെ വില പോരല്ലോ. അയ്യപ്പൻ്റെ സാധനങ്ങൾ എന്ന് പറയുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ അതിന് ആ വില മാത്രമല്ല ഉള്ളത്, അതിന് വേറെ പല അതിനേക്കാളൊക്കെ ഉപരിയായിട്ടുള്ള വിലയുണ്ടത്. ഇപ്പം ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ടുള്ള സാധനം, അതിൻ്റെ വില നിശ്ചയിക്കാൻ പറ്റുമോ, തീരുമാനിക്കാൻ പറ്റുമോ? ഏറ്റവും പരിപാവനമായുള്ള സാധനം അതിൻ്റെ തൂക്കം നോക്കിയിട്ടോ അളവ് നോക്കിയിട്ടോ തീരുമാനിക്കാൻ പറ്റിയതല്ലല്ലോ. ഇതേപോലത്തെ കാര്യങ്ങൾ ചെയ്യുമ്പം ആരും അറിയാതെയല്ലല്ലോ നടന്നത്. ഇതിൽ ഇവർക്ക് എല്ലാവർക്കും, മുരാരി ബാബുവുമായി ചേർന്നുകൊണ്ടുള്ളതിൽ എല്ലാവർക്കും പങ്കുണ്ട് എന്നുള്ളതല്ലേ മനസ്സിലാക്കേണ്ടത്. അപ്പം അതുകൊണ്ട് ഇത് ഒരു സ്ഥലത്തല്ല നിൽക്കേണ്ടത്. ഇപ്പം അന്വേഷണം നമുക്ക് ചിന്തിക്കാം, അയ്യപ്പൻ്റെ പ്രവർത്തനം കൊണ്ട് ഒരു പക്ഷേ ഇത് മുഴുവൻ തെളിഞ്ഞു വരും. കാരണം ഓരോന്ന് പോകുന്നുണ്ടല്ലോ. പിന്നെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഇവർക്കും അറിയാം, ഈ അന്വേഷിക്കാൻ പോണവർക്കും നേരത്തെ തന്നെ ഇങ്ങനെയൊക്കെ അവിടെ നടക്കുന്നുള്ളത്, ഇന്ന റൂട്ടിലാണിത് പോകുന്നതെന്നൊക്കെ മനസ്സിലാവും. ഇനിയും ഒരു സ്റ്റേറ്റിലൊതുങ്ങിക്കല്ല ഇപ്പം ഇതൊക്കെ കുറച്ച് ആന്ധ്രയിലേക്ക് ആവും, കുറച്ച് കഴിയും മഹാരാഷ്ട്രയിലേക്ക് ആവും, കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരുത്ത ദക്ഷിണേന്ത്യയിൽ മുഴുവനായിട്ട് ഏതായാലും ഉണ്ടെന്നുള്ള ഉറപ്പായില്ലേ. തമിഴ്നാടിനുമായിട്ട് ബന്ധമുണ്ട്. പിന്നെ ഇത് കൊണ്ടുപോയിട്ടുള്ള, ആദ്യമേ തന്നെ കൊണ്ടുപോയിട്ടുള്ള ആൾക്കാരുടെ അവർക്കെന്താ ബന്ധം? പിന്നെ അല്ല, അതിന് ഈ തമിഴ്നാട്ടിലെല്ലാം എന്തായാലും പ്രതികൾ കാണും, കർണാടകയിലുണ്ട്. ഈ ഗോവർദ്ധനെല്ലാം എങ്ങനെയായിരിക്കും ഇനി അറസ്റ്റ് ചെയ്യാൻ കഴിയുക? അവിടുത്തെ സർക്കാരിന്റെ പിന്തുണയും അവിടുത്തെ ജനങ്ങളുടെ പിന്തുണയും അവരുടെ പിന്തുണ വേണം.
ഗോവർദ്ധനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ കർണാടക ഗവൺമെൻറ്റിൻ്റെ പിന്തുണ വേണമല്ലോ കാര്യങ്ങൾക്ക്. അവർ പിന്തുണ കൊടുക്കുന്നുള്ള ഉറപ്പുണ്ടോ? പിന്നെ ഈ ഗോവർദ്ധനൻ അതിനുശേഷം അതിന് മുമ്പ് എത്രയോ പ്രാവശ്യം ശബരിമലയിൽ വന്നിട്ടുണ്ട്. ആളിനെ സംബന്ധിച്ചല്ലോ, ഞാനൊരു പ്രാവശ്യമല്ല നിരവധി പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ ആരൊക്കെ കണ്ടു അത് നിൽക്കേണ്ട. ഗോവർദ്ധനൻ ആരൊക്കെ ഡയറക്റ്റായിട്ട് ബന്ധമുണ്ട്. കാരണം ആൾ സ്വർണ്ണ കച്ചവടം നടത്തുന്ന ആളാണ്. സ്വർണ്ണ ഖനികളുള്ള പ്രദേശമാണ് അയാളുടെ സ്വന്തം. തന്ത്രിയുമായി ബന്ധമുണ്ടെന്നുള്ള ഉറപ്പല്ലേ? തന്ത്രി വീട്ടിലെത്തിയിട്ടുണ്ട്. തന്ത്രി അയാളെ കടയിൽ പോയിട്ട് വിളക്ക് കൊളത്തിയാണെന്ന് എന്ത് കൊളത്തി എന്നുള്ളത് ചിന്തിക്കണം. എന്താണ് കൊളത്തിയതെന്നുള്ളത്. പിന്നെ ആ ഒരു വീട്ടിലേ പോയിട്ടുള്ളൂ. തന്ത്രിയുടെ വീട്ടിൽ ഗോവർദ്ധനം വന്നിട്ടുണ്ടോ? അതാരും ചിന്തിക്കുന്നില്ല. ഇപ്പം തന്ത്രി പോയതും ഇവരൊക്കെ അങ്ങോട്ട് പോയ കാര്യങ്ങളെ മാത്രമേ ചിന്തിക്കുള്ളൂ. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഉദ്യോഗസ്ഥരുടെ മുഴുവൻ വീട്ടിൽ ഇത്തരക്കാർ വന്നിട്ടുള്ളത് ചിന്തിക്കണം. ഈ ബിസിനസ്സും ഇടപാടുകളും ഇവർ ആരൊക്കെ വീടുകളിൽ വെച്ച് നടത്തുന്നത് ചിന്തിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ ഇവരൊക്കെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്ന ഏതൊക്കെ അയ്യപ്പ വിശ്വാസികളല്ലാത്ത ആളുകളുണ്ടെന്ന് കൂടി നോക്കേണ്ടതാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് താമസിക്കുന്നതിൻ്റെ അടുത്ത് ഹൈന്ദവ വിശ്വാസത്തെയും എതിർക്കുന്ന ആൾക്കാർ താമസിക്കുന്നുണ്ട്. അതിൽ ചില ആൾക്കാർ ഈ പലതരം ബിസിനസ് നടത്തുന്നവരാണ്, ഭൂമി ഇടപാടുകൾ നടത്തുന്നതാണ്. അങ്ങോട്ടൊക്കെ നോക്കിയിട്ടുണ്ടോ? അപ്പോൾ ആ ഭാഗത്തേക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അന്വേഷണം ഒരു വഴി കൂടി മാത്രം പോകുന്നതിന് പകരം വിവിധ വഴികളിൽ കൂടിയിട്ട് പോകണം. എന്നാലേ ഇത് പിടിക്കാൻ സാധിക്കൂ. കൂടുതലും എല്ലാവരും കൊടുക്കാൻ സാധിക്കും. കൊടുക്കല്ല, സത്യസന്ധമായിട്ട്. അതാണ് ഈ പിന്നെ പക്ഷെ ഇവർ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു, ശരിയാണ്. പക്ഷെ ഇതിലൊരു മെല്ലെപ്പോക്ക് തോന്നുന്നുണ്ട്. കാരണം സമയം കൊടുക്കല്ലേ, വീണ്ടും വീണ്ടും സമയം കൊടുക്കുകയാണ്. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങിച്ചിട്ടുണ്ടോ? വാങ്ങിച്ചില്ലല്ലോ. മുരാരി ബാബുവിന് എന്നാ മറ്റോ വാങ്ങിക്കാൻ പോണേ ഉള്ളൂ. വക്കീലുമായി ബന്ധപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ടാവും വഴിയില്ല. വക്കീലുമാര് ആരൊക്കെ കണ്ട് എന്തൊക്കെ സംസാരിച്ചിട്ടാണ് ഇയാളുടെ മൊഴി കൊടുക്കാൻ? പക്ഷേ അന്വേഷണ സംഘം പറയുന്നത് ഞങ്ങൾ കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ അറസ്റ്റ് നടത്തുന്നത്. ശരിയാണ്, തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അവർ അറസ്റ്റ് ചെയ്തത്. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ശരിയാണ്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ കാര്യങ്ങൾ ചെയ്യുന്ന വേറൊരു വിഭാഗം കൂടി ഉണ്ട്. ഇവരുടെ മൊഴികളിൽ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ തെളിവുകൾ നേരത്തെ എടുത്തിട്ടുണ്ടാവും. മുഴുവൻ തെളിവുകൾ കിട്ടിയോ? തെളിവുകൾ വെച്ചിട്ടാണ് ഇവർ ചോദ്യം ചെയ്യുക. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ആരും പറഞ്ഞൊന്നും കൊടുക്കേണ്ട. കഴിവുള്ള ആൾക്കാരാണ് കേരളത്തിലെ ഉദ്യോഗസ്ഥർ. അവരെ കഴിവുകളെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഭരണവർഗം. കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം നല്ല കഴിവുള്ള ആൾക്കാർ, അതൊന്നും ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. നല്ല കഴിവുണ്ട്, നല്ല ട്രെയിനിങ് കിട്ടിയ അങ്ങനത്തെ കേസുകൾ നന്നായി പിടിക്കുന്നുണ്ട് പല ഭാഗത്തുനിന്നും. പെട്ടെന്ന് പോയിട്ട് പോലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യം എന്നുള്ളതും എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരം കേസുകൾ പിടിക്കുന്നത് രണ്ടും നോക്കണം. ഇത് രക്ഷിക്കേണ്ടത് ദേവസ്വം ബോർഡിനെയും ദേവസ്വം ഉദ്യോഗസ്ഥന്മാരെയും മന്ത്രിമാരെയും ആ മന്ത്രിമാരെ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയെയും എല്ലാമാണ്. അല്ല, അതാണ് ഒരാഴ്ചയിൽ ഒരാൾ അറസ്റ്റ് ചെയ്യും. അതെ, അതേ ഉണ്ണികൃഷ്ണൻ പോറ്റി, അത് കഴിഞ്ഞ് മുരാരി, അടുത്തിന്നെ ആരായിരിക്കും? അതെ, അടുത്തുള്ളത് നോക്കണം. അവർക്ക് 9 കേസ് ആൾക്കാരുടെ പ്രതികളുണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത്. 9 നിൽക്കുമോ? ഇനിയും ഉണ്ടാകാം. എത്ര ക്വിക്കായിട്ട് കാര്യങ്ങൾ പോയിട്ട് ചെയ്യുന്ന ഇവിടുത്തെ പോലീസിന് എന്തിന് ഇത്ര സമയം കൊടുക്കണം? ഇവർക്ക് അവർ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം പെട്ടെന്ന്. അപ്പം എന്നിട്ട് ഒന്നിച്ചുകൊണ്ട് ഇപ്പം മുരാരി ബാബുവിനെയും പോറ്റിയും കൂട്ടിയിട്ട് ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ പോകും. അപ്പം ഇതൊക്കെ അറിയുന്ന പോലീസ് അല്ല, അതാണ് ഈ അറസ്റ്റുകൾ എങ്ങനെയെങ്കിലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും നീട്ടിക്കൊണ്ടുപോകും. അപ്പോഴേക്കും ജനങ്ങൾ മറക്കും. അത് ജനങ്ങൾ മറക്കണം. ഇവരൊക്കെ നിരപരാധികളാണെന്നുള്ളത് സ്ഥാപിക്കണം കുറച്ച് കഴിയുന്ന സമയത്ത്. എന്നാലല്ലേ അടുത്ത പ്രാവശ്യം ജനങ്ങളെ കബളിപ്പിക്കാൻ പറ്റും, അതിൻ്റെ പിന്നാലെ പോകാനും പറ്റും. കാരണം ഇതൊക്കെ മറപ്പിക്കുന്ന സമുദായ സംഘടനകളുണ്ട്. അതുകൂടി നോക്കണേ.
അപ്പം ഇതാണ് സ്ഥിതി. ഇനി ഏതൊക്കെ സമുദായ സംഘടന നേതാക്കന്മാർക്ക് പങ്കിടുള്ളതും കൂടി നോക്കണം. ഇതിലൊന്നും അല്ലാതെ ഇപ്പോഴത്തെ പോക്ക് അങ്ങനെയാണല്ലോ. ഏതായാലും നമുക്ക് പ്രതീക്ഷിക്കാം, തെളിയും അയ്യപ്പൻ്റെതായതുകൊണ്ട് എന്നുള്ള കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.